ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഉത്തമന്മാരുടെ ലക്ഷണമാണ്. അവരെ ദൈവവും മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കും. ആര് നശിച്ചാലും സാരമില്ല, എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെന്നു മാത്രം ചിന്തിക്കുന്നവരുണ്ട്. കാലക്രമേണ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ആവശ്യങ്ങളുണ്ടെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അതാണ് ക്രിസ്തീയ സംസ്കാരം. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ ഫിലമോൻ എന്ന ക്രിസ്ത്യാനിയുടെ അടിമയായ ഒനേസിമോസ് ഒളിച്ചോടി റോമിലെത്തി. പൗലോസിനോട് കൂടെ താമസമാക്കി. പൗലോസിനോട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി അയാൾ ഒരുത്തമ ക്രിസ്ത്യാനിയായി മാറി. അതിൻ്റെ ഫലമായി മടങ്ങിപ്പോയി യജമാനനോട് അനുരഞ്ജനപ്പെട്ടു കഴിയണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷേ മടങ്ങിച്ചെല്ലുമ്പോൾ ഫിലമോൻ തന്നെ ശിക്ഷിച്ചേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഈ സാഹചര്യം മനസ്സിലാക്കിയ പൗലോസ് ഒനേസിമോസിനു വേണ്ടി ഒരു ശുപാർശക്കത്തെഴുതി തൻ്റെ സ്നേഹിതനായ ഫിലമോന് കൊടുത്തയച്ചു. ഒനേസിമോസിൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി പൗലോസ് പരിഗണിച്ചിരുന്നു. സാധു സുന്ദർ സിംഗ് ഹിമാലയത്തിൽ കൊടും തണുപ്പിലൂടെ നടന്നു പോകുമ്പോൾ അർദ്ധപ്രാണനായി മഞ്ഞിൽ മരവിച്ചു കിടക്കുന്ന ഒരു യുവാവിനെ കണ്ടു. തണുപ്പ് മൂലം മരവിച്ചു കിടക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹം സ്വന്തം തോളിലേറ്റി മുന്നോട്ട് നടന്നു. സുന്ദർ സിംഗ് അയാളെ ചുമന്നുകൊണ്ട് നടന്നതിൻ്റെ ഫലമായി രണ്ടുപേർക്കും ചൂട് കിട്ടി ജീവൻ രക്ഷപ്പെട്ടു. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കാണുന്നതാണ് ക്രിസ്തീയത. സദൃശവാക്യങ്ങൾ 17:17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.